പത്തനംതിട്ട കൈപ്പട്ടൂർ കടവ് ജംഗ്ഷനിലാണ് രണ്ട് KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. രണ്ട് ബസ്സുകളിലുമായി കുട്ടികൾ ഉൾപ്പെടെ 70 യാത്രക്കാരുണ്ടായിരുന്നു. മുണ്ടക്കയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സും തിരുവനന്തപുരത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് പോവുകയുമായിരുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ഇരു ബസ്സുകളുടെയും മുൻവശത്തെ ഒരു ഭാഗം തകർന്നു. വലിയ ശബ്ദം കേട്ട് നാട്ടുകാരാണ് ആദ്യം ഓടിയെത്തിയത്. നാട്ടുകാർ കിട്ടിയ സ്വകാര്യ വാഹനങ്ങളിൽ പരിക്കേറ്റവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും അടൂർ സർക്കാർ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. പിന്നീട് ആംബുലൻസുകൾ എത്തിയും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. രണ്ട് ബസ്സുകളിലുമുണ്ടായിരുന്ന പരിക്കേറ്റ മുഴുവൻ പേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാണ് ഒരു മൂലയ്ക്ക് മാറി നിന്നിരുന്ന അപകടത്തിൽപ്പെട്ട ഒരു ബസ്സിന്റെ കണ്ടക്ടറെ കണ്ടത്. പരിക്കേറ്റ എല്ലാ യാത്രക്കാരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ കണ്ടക്ടർ ശ്രീകുമാർ ആംബുലൻസിൽ കയറാൻ തയ്യാറായുള്ളൂ. നെറ്റിയിൽ ശ്രീകുമാറിന് പരിക്കേറ്റു. യാത്രക്കാരുടെ ജീവനല്ലേ വലുത്, അവരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം, കണ്ടക്ടർ ശ്രീകുമാർ പറഞ്ഞു. സാറേ, ഈ സൈഡിൽ കൂടെ വന്ന വണ്ടിയാണ്. ആ വണ്ടിയുടെ വിരക്കം കണ്ടുകൊണ്ട് നമ്മൾ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി വണ്ടി വലത്തോട്ട് വാരി ആ സൈഡിൽ തട്ടിയതാണ്. ഇതിനകത്തൊരു 50-55 ഒരു കൂടുതലുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഈ കൈയും പിന്നെ ഷോൾഡർ, മൂക്ക്, എൻ്റെ എന്താ തലയെല്ലാം ഇവിടെ ഇടിച്ചു. ഞാൻ എത്ര യാത്രക്കാരെ കയറ്റി വിട്ടിട്ട് ഞാൻ ആശുപത്രി പോകാൻ പറഞ്ഞ് നിൽക്കുക. അതാ എനിക്ക് നടുവിനും വയ്യ, ഈ തലയിൽ പിടിച്ചിട്ട് ഇപ്പം വേദനയുണ്ട്. ഇപ്പം എന്തായാലും ആശുപത്രിയിലോട്ട് പോയി പിന്നെ ഡിപ്പോയിലൊന്ന് വിളിച്ച് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞ് പിന്നെ കൊട്ടാരക്കാരെ പറഞ്ഞ് പത്തനംതിട്ട വിളിച്ച് പറയാൻ പറഞ്ഞു. പത്തനംതിട്ട ഡിപ്പോയ്ക്കാണ് ഇവിടെ ചാർജ്. അപ്പോൾ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയി. എല്ലാ യാത്രക്കാരെയും എല്ലാവരെയും ആ വണ്ടി കയറ്റി വിട്ടിട്ട് നിൽക്കുക. സകല യാത്രക്കാരെയും അടൂരോട്ട് കയറ്റി വിട്ടു. പിന്നെ കുറച്ച് പേരെ പത്തനംതിട്ടയിലോട്ടും കയറ്റി വിട്ടു. കൊട്ടിയം സ്വദേശിയാണ് ശ്രീകുമാർ. 15 വർഷമായി KSRTCയിൽ ജോലി ചെയ്യുന്നു. ആംബുലൻസ് എത്തിച്ചപ്പോൾ ശ്രീകുമാർ ബസ്സിൻ്റെ ഉള്ളിലേക്ക് തൻ്റെ ബാഗ് എടുക്കാൻ കയറി. പിന്നീട് ആംബുലൻസിലേക്ക് കയറി ആശുപത്രിയിലേക്ക് പോയി. അപകടത്തിൽ 35 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ട അടൂർ റോഡിലാണ് അപകടം സംഭവിച്ചത്. ക്യാബിനുള്ളിൽ കുടുങ്ങിയ ബസ് ഡ്രൈവറെ 20 മിനിറ്റ് ശ്രമിച്ചാണ് ഫയർഫോഴ്സും പോലീസും ചേർന്ന് പുറത്ത് എടുത്തത്. ഡ്രൈവറെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.